എന്റെ അമ്മേ. അച്ഛന്റെ കാറ്റും ഫോൺ ബില്ലടിക്കുന്നു, പോയെടുത്ത്. അത് വേണ്ട, നീ തന്നെ പോയി എടുത്താൽ മതി, നിന്റെ ആരാധകനായിരിക്കും. ഹലോ, ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. ഗാനഭൂഷണം സതീഷ് കൊച്ചിനില്ലേ? ആ ഉണ്ട്, വിളിക്കാം. സതീഷ് ഇല്ല, പിന്നെ വയറ്റിളക്കം പിടിച്ച് കിടക്ക. ഇന്ന് ഒരുപാട് പ്രാവശ്യമായി. ആരാ സംസാരിക്കുന്നത്? അതെ, ഞാൻ സതീഷ് ഏട്ടനോട് പറഞ്ഞോളാം. അത് അവൻ കക്കൂസിലായ. ഹലോ, സതീഷ് ഏട്ടനാ? അതെ, ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്നാ. പിന്നെ എന്തോ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഒന്നല്ല, 1000 കാര്യം വേണമെങ്കിലും പറഞ്ഞോളൂ. ശബ്ദോ? അത് പിന്നെ ഇവിടെ വേറൊരു ഫോൺ വന്നതാ. സതീശൻ എന്റെ വൈഫ് വിളിച്ചിരുന്നു. വൈഫോ? അയ്യോ, ഞാൻ മേലടല്ല. കുട്ടി പറഞ്ഞോളൂ. ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് പറയാം. വൈകിട്ട് 5 മണിക്ക് സെമിത്തേരിയുടെ മുമ്പില് വരുവോ? സെമിത്തേരി വേറെ എവിടെയെങ്കിലും പോരെ? എന്താ പേടിയാ? പേടിയോ? അയ്യോ, അതെന്താന്ന് പോലും എനിക്കറിയില്ല. ഇവൻ ഭയങ്കര പേടിത്തൂറിയാ. അത് ഏതോരത്തിലൂടെ വിറ്റടിച്ചതാ. അപ്പോ 5 o'clock അല്ലേ? ഓക്കെ, താങ്ക് യു. ഉമ്മയല്ല, ബാപ്പ. ഉമ്മ. അയ്യേ, എന്തേ ഉമ്മ? ഒരുത്തന്റെ കാര്യം ഓക്കെ. ആരാ അത്? ഒരു പെണ്ണ് കണ്ടാൽ ജൂഹി ചൗളയെ പോലിരിക്കും. എടാ, ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്റെ ഉയരവും തൊലിവെളുപ്പും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൗരുഷം വേണം. അതിലെ ഗേൾസ് വീഴൂ. നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികൾ പുറകെ നടക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, സതീഷ് ഏട്ടാ സതീഷ് ഏട്ടാ എന്ന് വിളിച്ച് ഗേൾസ് മുഴുവൻ എന്റെ പിന്നാലെ നടക്കുന്നത്. അതാണ് പൗരുഷം. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഇപ്പൊ വിളിച്ചാരടാ? ഒന്നും മറക്കാറായിട്ടില്ല. ആരാന്ന് നീ അറിയുകയും വേണ്ട. പാര വെച്ച് തട്ടിയെടുക്കാനല്ലേ? അതിന് നീ പണ്ടേയും എടുക്കണ. സോറി കേട്ടോ, സംസാരിച്ചിരിക്കാൻ ടൈമില്ല. ബൈ ദ ബൈ, ഇവിടെ ഈ ജെൻസിന്റെ ബ്യൂട്ടി പാർലർ എവിടെയുള്ളത്? സർക്കസിൽ കരടിക്ക് മേക്കപ്പ് ചെയ്യുന്ന വേലായുധ മതിയാവോ? അസൂയയ്ക്ക് മരുന്നില്ലടാ. വേണ്ട വേണ്ട, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. അതെ, ഗാനഭൂഷണം സതീഷ് ഏട്ടൻ സ്പീക്കിംഗ്. ഗിരീഷ് ഏട്ടനില്ലേ? ഗിരീഷോ? അവനോടില്ല. അവന് എന്റെ ഡ്രസ്സ് മുഴുവൻ അലക്കി കഴിഞ്ഞപ്പോ ഞാൻ അവനെ മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിലേക്ക് വിട്ടിരിക്കും. ഹലോ, ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ ഹിയർ. ഗിരീഷ് ഏട്ടാ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു എന്നറിയോ? എപ്പോ വിളിച്ചാലും മറ്റേ ആള് ചേട്ടനില്ലാന്ന് പറയും. അതെന്താ അങ്ങനെ ചേട്ടാ? അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. കുട്ടി പറഞ്ഞോളൂ. അത് ഞാൻ നേരിട്ട് പറയാം. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തേവര പാലത്തിന്റെ മുകളിൽ വരുമോ ചേട്ടാ? ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാ മതി ട്ടോ. ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കൊച്ചു കള്ളി. അപ്പൊ നേരിട്ട് കാണാം, പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. അയ്യടാ, അവന്റെ കാര്യവും ഓക്കെ. നട്ടുച്ചയ്ക്ക് പൊരുവെയിലത്ത് വരാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ കുട്ടി? വല്ല പാർക്കിലോ ബീച്ചിലോ മറ്റായിരുന്നെങ്കിൽ. ഇനിയുള്ള കൂടിക്കാഴ്ചകൾ അവിടെ വെച്ചാകാം. ചാകാനാ വല്ലതും പറഞ്ഞായിരുന്നോ? എന്ത് എന്ത് എന്തോ? താന്നെ പാടുവെക്കി പോടൂ. എന്തോ പേടിപ്പിക്കില്ലേ? പോടാവപ്പേ. അങ്ങനെ മര്യാദയ്ക്ക് പറ. നല്ല കടുപ്പത്തിലൊരു ചായ. അതിന് ശബ്ദത്തിൽ എന്തിനാ ഇത്ര കടുപ്പം? കുറച്ച് സംസാരം, കൂടുതൽ പ്രവൃത്തി. പോയി ചായ എടുക്ക്. എന്തത്? ഏത്? നീട്ടിരിക്കുന്നത് ബ്ലൗസ്. അല്ല, അതിന്റെ പുറകിൽ എന്താ ജനല്? ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. അപ്പുറത്തെ രാധയിട്ടിരിക്കുന്ന കണ്ടില്ലേ? നല്ല ചേർച്ചയുണ്ടല്ലേ? എന്നാലും തിരിച്ചിട്ടാലേ കുറച്ചുകൂടി ചേർച്ച ഉണ്ടാവും. എന്നാ തിരിച്ചിടാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ബ്യൂട്ടിഫുൾ. ഒരു വടക്കൻ വീരഗാഥയിലെ ആർട്ട് ഡയറക്ഷൻ പോലെ മനോഹരം. ഇവിടെ നല്ല ചൂട്, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ഒരു കുഴപ്പമില്ല സർ, ഞാൻ ഇതുവരെ AC റൂമിൽ ഇരിക്കുകയായിരുന്നു. ഇനി അല്പം ചൂടായിക്കോട്ടെ. വെറുതെ കയറിയതാണോ? അയ്യയ്യേ, വെറുതെ വലിച്ചു കയറി വന്ന ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സ്വഭാവം ചാണ്ടിക്കുഞ്ഞില്ല സർ. ഞാൻ സാറിനെ കാണാൻ തന്നെ വന്നത്. ഇയാൾ പോകുന്നില്ലല്ലോ. സുലോചന ബ്ലൗസ് തിരിച്ചിട്ടുണ്ട്, ഇറങ്ങി വരുമോ? ചായയും കൂൾ ഡ്രിങ്ക്സ് ഒന്നും വേണ്ട. അല്ല, വന്ന കാര്യം പറഞ്ഞില്ലേ? പറയാം. കോളേജില് നോക്കല്ലേ നോക്കല്ലേ, തൊലഞ്ഞു. വിസിറ്റേഴ്സ് വരുന്നത് മിസ്സിസിന് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. മിക്ക കുടുംബങ്ങളിലും കലഹത്തിനൊരു കാരണമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ.
ഇവിടെ ഞാനൊരു കാരണമാകാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിക്കൊള്ളാം. ഈ കോളനിയിൽ ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് ഒരു പാരിതോഷം കൊടുക്കുന്നുണ്ട്. ശാന്തിനഗർ കോളനിയിലെ ഒരേ ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയ്ക്ക് ആ കർമ്മം സാറ് നിർവഹിക്കണം. അതിന് വേറെ ആരെങ്കിലും വിളിക്കുന്നല്ലേ നല്ലത്? ചീഫ് ഗസ്റ്റ് ഫിലിം സ്റ്റാറാ. അപ്പുറത്തെ രാജീവ് സാറാണ് എന്റെ ഏർപ്പാട്. ആരായിരിക്കും അന്നേ അറിയാൻ പറ്റും. നമ്മുടെ MLA ആണ് അധ്യക്ഷൻ. സമ്മാനദാനവും അവരാരെക്കൊണ്ടെങ്കിലും ജയിച്ചാൽ മതി. ചെയ്യാൻ പറഞ്ഞാൽ 2 കൈ നീട്ടി അവർ ചെയ്യും. പക്ഷെ അതല്ലല്ലോ, വിദ്യാഭ്യാസത്തിനുള്ള സമ്മാനം വിദ്യാഭ്യാസമുള്ളവർ കൊടുക്കുന്നതല്ലേ ഭംഗി. സ്റ്റേജിൽ കയറി ആളുകളെ ഫേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിക്കരുത്, എനിക്ക് ബുദ്ധിമുട്ടാ. ഓക്കെ, മറ്റൊരാളെ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് ഒന്ന് ചോദിച്ചിട്ട് ഫിക്സ് ചെയ്യാമെന്ന് കരുതി. ആരാ? ഞാൻ തന്നെ. അയ്യോ, ഇവിടെ നിർത്തോ. ചാടല, വണ്ടി നിർത്തട്ടെ. വണ്ടി നിർത്തട്ടെ. പോയല്ലോ, എന്റെ കൈ മുറിഞ്ഞു. വാ 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 വാ, അമ്മയും വരുമ്പോൾ ഇറങ്ങി വാ. എന്താടാ കിടന്ന് വിളിക്കുന്നേ? വാ വാ വാ. നീ എന്താടി പറഞ്ഞത്? അപ്പുറത്തവന്റെ കാല് കഴുകി വെള്ളം കുടിക്കാനല്ലേ? ആ വെള്ളം കുടിച്ചാലേ ഫിറ്റാവും, ഫിറ്റ്. കണ്ടടി, ആ മാന്യന്റെ തനിനിറം ഞാനിന്ന് കണ്ടു. നീ എന്തൊക്കെയാ പ്രേമായി പറയുന്നേ? രാധികയുടെ രാജീവിനെ പറ്റി പറയുമ്പോ അമ്മയ്ക്കും മരുമോക്ക് ഒരു മുഴം നാക്കായിരുന്നല്ലോ. ആ സൽസ്വഭാവി മൂക്കറ്റം കുടിച്ച് ബാറിൽ നിന്ന് അടിച്ച് പിരിഞ്ഞു വരുന്നത് ഇന്ന് ഞാൻ കണ്ടു. എടാ, നീ ജനിച്ച പിന്നെ ഇത്ര സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ശത്രുക്കളാണെങ്കിലും കുടിക്കുന്നു എന്നറിയുമ്പോ വിഷമിക്കല്ലേ വേണ്ടത്? ഓ, ഇത്രയും വലിയൊരു മനുഷ്യന്റെ മാന്യത തകർന്നു വീഴുന്നത് കാണുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും എന്റെ അമ്മേ. പ്രേമേട്ടനോട് ആര് പറഞ്ഞു ഈ പച്ചക്കള്ളം? കണ്ടോ, ആരും പറഞ്ഞതൊന്നുമല്ല, ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. നീയും കുടിച്ചോ? അമ്മേ, ഞാൻ ഗോമസാറുമായിട്ട് അതിന്റെ വാതുക്കെ സംസാരിച്ചോണ്ട് നിന്നപ്പം അവൻ ചുണ്ടും തുടച്ച് ആടി വന്ന് ബൈക്കിൽ കയറുന്നു. വേറെ എന്തിനെങ്കിലും കയറിയതായിരിക്കും. വേറെ എന്തിനെങ്കിലും ബ്രാൻഡ് ഷാപ്പിൽ കയറി അവരുടെ ചിട്ടിപ്പിരിവുണ്ടോ? നീ അവനെ പറ്റി പൊക്കി പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച അവന്റെ കാര്യം പോക്കാന്നുള്ളത്. ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ടില്ല. ഞാനിപ്പോ വരാം. സാറിന്റെ നേരത്തെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. മോൻ അറിയോ ഈ അങ്കിളിനെ? അറിയാം, ദുശാസനങ്ങളല്ലേ? അയ്യോ, ആന്റി വിളിക്കുന്നു കരുതി മോൻ അങ്ങനെ വിളിക്കാൻ പാടില്ല. മോൻ കോളേജിലാകുമ്പോ പഠിപ്പിക്കേണ്ട സാറല്ലേ? ഈ സാറെന്നെ പഠിപ്പിക്കണ്ട, ഈ സാറ് തല്ലും. അവിടെ എപ്പോഴും വഴക്കും സംസാരമൊക്കെ കേട്ടിട്ടാ കുട്ടികൾ ഇതൊക്കെ പെട്ടെന്ന് കാച്ച് ചെയ്യുമല്ലോ. മോഞ്ചല് ഭയങ്കര കുസൃതിയാ. കുട്ടികൾ ഇത്തിരി ഓവർ സ്മാർട്ട് ആവുന്നത് നല്ലതാ. കറക്റ്റ്. മുതിർന്നവർ അത്രയ്ക്ക് അങ്ങോട്ട് ആകരുതെന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? ഞാനും ആ പക്ഷക്കാരനാ. പ്രത്യേകിച്ച് കോളേജ് ലെക്ചർ എന്നൊക്കെ പറയുമ്പോ കുറച്ചുകൂടെ ഡീസന്റ് ബിഹേവിയർ ആളുകൾ പ്രതീക്ഷിക്കും. എന്റെ ബിഹേവിയറിന് ഇപ്പൊ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നൊക്കെ പെണ്ണുങ്ങളോട് പറയുന്നത് ഭയങ്കര ചീപ്പാ. രാധിക ആയതുകൊണ്ട് അത് ഇഷ്യൂ ആക്കിയില്ല. മോക്ക് എന്നെ നന്നായിട്ട് അറിയാം. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ കുടുംബകലഹം ഉണ്ടാവാൻ ഇത് ധാരാളം മതി. ഓട്ടോ, അങ്ങനെ അങ്ങ് പോകാതെ. ഈ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരൊക്കെ മദ്യപാനികളാണെന്ന് ഏത് പാഠപുസ്തകത്തിലാണ് സാറേ പറഞ്ഞിരിക്കുന്നത്? വേഗം പോടും. ഈ പരദൂഷണം കോളേജ് ലെക്ചറൊക്കെ ചേർന്നല്ല കേട്ടോ. ഇപ്രാവശ്യം ലോഡ് എത്തിയില്ലോ. എന്ത് പറ്റി നമ്മളെ ശങ്കരൻകുട്ടിക്കും കൂട്ടിരിക്കും? ബീരാൻകുട്ടിക്ക, പിന്നെ ഒരു മിനിറ്റ്, ഇതെന്താണ്ടത്? കളിമണ്ണ് ഉരുട്ടിയതാ. എന്റെ തലയിലെ കളിമണ്ണൊന്നും അല്ലല്ലോ, നല്ല അസല് കളിമണ്ണല്ലേ? അല്ല, ഉണക്കിയിട്ടില്ലേ? നന്നായിട്ട് ഉണക്കി. അതുകൊണ്ട് ഉയിന്ന് ചേർത്തിക്കാളാ. എല്ലാം കൂടി അടങ്ങാറുണ്ടാക്കണ്ട. 10 കിലോ ഉയിന്നിന് 1 കിലോ എന്നുള്ള കണക്ക് ചേർത്താ മതി. കള്ളക്കച്ചവടം നമുക്കില്ലല്ലോ. അല്ല, പൂയി മണൽ വന്നില്ലേ? പറഞ്ഞുണ്ട്. എന്താണ്ട് ഇതൊക്കെ എത്ര ഡിലേ? പൂയി മണൽ വന്നിട്ട് വേണ്ടേ പഞ്ചായത്താക്കി നമുക്ക് ഇവിടുന്ന് ലോഡ് അയക്കാൻ? പോയിക്കോ. പിന്നെ ആ മുളക് പൊടിയിൽ ചെങ്കൽപ്പൊടി ചേർത്തിട്ട് ഞാൻ വന്നിട്ട് മതി കേട്ടോ. കുറെ എണ്ണ ഉണ്ട്, ഒരു വിവരവും ഇല്ല. അരി ചേർത്തന്നെ പരിപ്പ് ചേർത്തു, പരിപ്പ് ചേർത്തന്നെ പഞ്ചാര ചേർത്തു, എന്നിട്ട് അവസാനം മായം ചേർത്തെന്നുള്ള ചീത്തപ്പേര് നമ്മക്കും. അല്ല മുതലാളി, ഉഴുന്നിലെ അരിയിലേക്ക് എന്താ ചേർക്കണേന്ന് മനസ്സിലായി. നാളികേരത്തിൽ എന്താ ചേർക്കണേ? ക്രിക്കറ്റ് ബോളോ അല്ല ടെന്നീസോ? അതൊന്നും എന്നോട് പറയാൻ പറ്റൂല. അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. അല്ല, ആരാണപ്പൊ ഈ പുതിയ ആള്? ഇതാണ് പയ്യാരത്തെ പുതിയ കാര്യസ്ഥൻ. സാധനങ്ങൾ എത്ര വേണമെങ്കിലും കൊണ്ടുവന്നോളി. അതിപ്പോ ഇന്നതൊന്നുമില്ല. ഇനി വാഴക്കൊലാണെങ്കിലും വീരാൻകുട്ടി എടുക്കും. വാഴക്കൊല്ലിൽ എന്താ ചേർക്കാ? വാഴക്കൊല എന്റെ തല. അപ്പൊ കാര്യസ്ഥര് മാസം ലോഡ് ഇറക്കുന്നില്ലേ?
പകുതി വിലയെ തരുന്നുള്ളൂ എന്നൊരു പരാതിയുണ്ടേ. അരിയും നാളികേരവും വെളിച്ചെണ്ണയൊക്കെ 5000 മൊത്തമായിട്ട് ഇറക്കി തരാം. പക്ഷെ ന്യായമായ വില കിട്ടണം. ഈയാണ് ശരിക്കും കാര്യസ്ഥൻ. വീരാൻകുട്ടി എടുത്തോളാം. എന്നാ കച്ചവടം പത്മനാഭൻ നായർ നേരിട്ട് നടത്തും. അല്ല, പത്മനാഭൻ നായരോ? ആ. മൂപ്പരെ അവള് കണ്ടിട്ടില്ലെങ്കിലും അവിടെ ഒരു തരികിടി നടക്കൂലെന്ന് കേട്ടിട്ടുണ്ട്. ആ, പത്മനാഭൻ നായരിലെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് ആ. വീരാൻകുട്ടിക്കോട് തറവാട്ടിലോട് ചെല്ലാനും പറഞ്ഞു. അല്ല, അതിപ്പോ എന്തിനാണ്? ഇനി ഒരു വർഷത്തേക്ക് എല്ലാം കൂടി മൊത്തമായിട്ട് ചാർത്തി കൊടുക്കാനിരിക്കുകയല്ലേ മൂപ്പര്. ഇക്കാക്ക് വേണോ? വേണമെന്നോ? ഇന്റെ മമ്പർത്തെ തങ്ങളെ അപ്പൊ ഒരു നേർച്ച വലിച്ച്. അല്ല, എപ്പോഴാ നമ്മള് വരണ്ടേ? അടുത്ത ഞായറാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക്. തീർച്ചയായിട്ടും വരണേ. മൊത്തത്തിൽ എടുത്തിട്ട് അങ്ങോട്ട് ചാർത്തി തരാം. അല്ലെങ്കിൽ എനിക്ക് എന്റെ സമയം നല്ലതാ, ഞാൻ വരും. ആ. നമസ്കാരം. നമ്മൾ വീരാൻകുട്ടിയാ. നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കോടി പുണ്യം ചെയ്ത ആളല്ലേ. നിങ്ങളെ കാണാൻ കൂടിയത് തന്നെ നമ്മളെ മഹാഭാഗ്യ. അങ്ങോട്ടിരിക്കുക. ഓ, ആദ്യ സംഗതി ഒന്ന് കലങ്ങട്ടെ. സമയമാകുമ്പോ നമുക്ക് പോയി കൊളാക്കാം. ധൃതി വെക്കാതെ. വലിയ ഭൂസ്വത്തും കാര്യമൊക്കെ ഉള്ള ആളാവുമ്പോ പെരുത്ത് ഗൗരവക്കാരനാണെന്നാ കരുതിയത്. പക്ഷെങ്കില് നിങ്ങൾ വളരെ സിമ്പിൾ ആണല്ലപ്പാ. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അങ്ങനെ. അല്ല, അരിയും നാളികേരും വെളിച്ചെണ്ണൊക്കെ മൊത്തമായിട്ട് നമുക്ക് ചാർത്തി തരാൻ പോണെന്ന് കേട്ടു. ശരിയാണോ? അല്ല, രക്ഷപ്പെട്ട്. നമ്മള് നേരെ വട്ടത്തിൽ ഒരു ഹോൾസെയിൽ ബിസിനസ് ആണേ. നിങ്ങൾ നമ്മളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ആട്ടെ, എന്താ നിങ്ങൾ നമ്മളെ പറ്റി കേട്ട്? എല്ലാം മായ. പടച്ചോനെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു നമ്മള് മായം ചേർക്കല്. പക്ഷെ ഒക്കെ ഒരു നേരെ വട്ടത്തിലേ ഉള്ളൂ കേട്ടോ. പക്ഷെ കച്ചവടത്തിന് വീരാൻകുട്ടി സത്യസന്ധന. അതിന് നമ്മൾ ആരും കുറ്റം പറയില്ല. ശ്രീധരോ, അലിയോ, എന്തായിട്ടാ? വീരാൻകുട്ടിക്ക് വന്നിരിക്കണു. എവിടെ? ഭൂമി വന്നിരിക്കണു. അയാളെന്താ ഇവിടെ വന്നത്? കൊല്ലാപ്പായോ? എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കള്ളക്കളി മുഴുവൻ വെളിച്ചത്തോ. വാ. വെളിച്ചെണ്ണയിൽ ലേശ റബ്ബർ കുരുവിന്റെ നീര്. അതിപ്പോ അത്ര വലിയ തെറ്റാ. ഇതെന്താ എന്ത് ചോദിച്ചാലും ഉവ് ഉവ് ഉവ്. അല്ല, ഉവ് റിക്കാർഡ് ചെയ്തിരിക്ക. അല്ല, വീരാൻകുട്ടിക്കായോ? വരണം വരണം. ഇത് നിങ്ങളായിട്ടുള്ള കച്ചവടം ഒന്നും വേണ്ടപ്പാ. തല ഇരിക്കുമ്പോ മാലാടരുതല്ലോ. ഇനി കച്ചവടം പത്മനാഭൻ നായരിട്ടാ. അയ്യോ, ഇക്ക ഇത് പത്മനാഭൻ നായരല്ല, കോന്തുണ്ണി നായരാ. ഒരു നിർവികാര ബ്രഹ്മം. അല്ല, നിങ്ങൾ ഓന്തുണ്ടി ആരാ? അച്ഛനെ അമ്മ വിളിക്കുന്നുണ്ട്. വല്ല കാര്യം എന്നോട് പറഞ്ഞാ പോലെ ഞാൻ നടന്നോളൂലേ. ഇക്ക എന്ത് വേണ്ടതിനെ കാണിച്ചേ? തറവാട്ടി വരാൻ ആരാ പറഞ്ഞേ? സുയിപ്പാക്കല്ലേ ശങ്കരകുട്ടി. ഞാൻ പത്മനാഭൻ നായർ വരാൻ പറഞ്ഞിട്ട് വന്നതാ. എവിടെ പത്മനാഭൻ നായർ? പപ്പനാഭൻ താരല്ലേ? വാ, അപ്പുറത്തോണ്ട് ഞാൻ കാണിച്ചു തരാം. വാ. അല്ലതാര് വീരകുട്ടിക്കോ? പത്മനാഭൻ നായരല്ലേ കണ്ടത്? അതെ. അപ്പുറത്തോണ്ട് വാ. ഇവൻ പറയണത് കേക്കണ്ട. പത്മനാഭൻ നായർ അപ്പുറത്താ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊരു പൊല്ലാപ്പായല്ലോ. പൂമുഖത്തൊരു പത്മനാഭൻ നായർ, അപ്പുറത്തൊരു പത്മനാഭൻ നായർ, ഇപ്പുറത്തൊരു പത്മനാഭൻ നായർ. ഇതെന്താ പത്മനാഭൻ നായരിലും പായോ? ഒറിജിനൽ പത്മനാഭൻ നായർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇത് മൈദമാവിൽ കപ്പപ്പൊടി ചേർത്ത് വീശുന്ന പൊറാട്ട പോലെ ആയാലും എന്റെ ഗതി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതാണ് സാക്ഷാൽ പത്മനാഭൻ നായർ. എന്താ പറയണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയാ. അതെയോ? നിങ്ങൾ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? താനാരാ? ഞാൻ വീരാൻകുട്ടി ഒറിജിനല്. നിങ്ങൾക്ക് നമ്മളോട് നേരിട്ട് കച്ചവടം ചെയ്യാൻ മോഹണ്ടെന്ന് പറഞ്ഞു. കച്ചവടം? അതെ. എന്ത് കച്ചവടം? ഇത് നല്ല ന്യായം. ദേ, പയ്യാരത്തുനിന്ന് മാസം തോറും 10-15 ട്രക്ക് അരിയും നാളികേരും വെളിച്ചെണ്ണയും കയറ്റി അയക്കുന്നതേ മൊത്തമായിട്ട് എടുക്കുന്നത് നമ്മളാ. ഈ നിൽക്കണ നിങ്ങളെ കുട്ടികൾ തന്നെയാണ് നമുക്ക് സാധനം കൊണ്ടു തരണേ. അത് ശരി. അപ്പൊ ഇതുവരെ സാധനങ്ങൾ കട്ടിട്ടാണ് എനിക്ക് കൊണ്ടുപോയി തന്നതല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് കക്കേ. പയ്യാരത്തെ തറവാട്ടിനെ പറ്റി നമ്മൾ അങ്ങനെ അല്ല കേട്ടത്. അതെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കച്ചവടം നമ്മൾ നേരിട്ടാവാം. കാരണം അവർ ഇരുന്നത് കണ്ടില്ലേ? അതെന്താ? ഇരുന്നാ പിന്നെ കച്ചവടത്തിന് താല്പര്യമില്ലെന്നർത്ഥം. അപ്പൊ എന്നെ വിളിച്ചു വരുത്തിയതോ? അപ്പൊ നിൽക്കുമായിരുന്നില്ലേ? ചേടാ, അതെന്താ ഒരാളോട് എന്ത് ചോദിച്ചാലും ഉവ്വ് ഉവ്വ് ഉവ്വ്. വേറെ ആളോട് എടുത്ത് എന്താ കുഴപ്പം? അല്ല, തറവാട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. തടി കേടാക്കാതെ സ്ഥലം ഒഴിവാക്ക്. അങ്ങനെ അങ്ങോട്ട് പോയാലോ? കുട്ടാ, ഈ കേസ് ഏറ്റെടുക്കും മോനെ. പറഞ്ഞില്ലേ നമുക്ക് ഇന്നലെ വേറെ കൂട്ടര് അനക്കൊന്ന് കേൾക്കണോ? കരലുണ്ടി കടപ്പുറത്ത് ചരലും പോയിണ്ടോ? ഈ വീരാൻകുട്ടി അരി പഞ്ചാരി വിൽക്കും. എന്നാ താൻ പോയി വെക്കും. മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ? അതെ, അങ്ങനെ ശീലായി പോയി. ശീലം മാറ്റണ്ട. ഞാനും ഒരു ചെറിയ മുതലാളിയാ. ഞാൻ വിളമ്പി തരാം. തിന്നെ. ഇതൊക്കെ കണ്ടിട്ട് നീ കുറെ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേട്ടെ. തൈര്, മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്കടാ. നീ തന്നെ ഇരുന്ന് തിന്നട പട്ടി. അയ്യേ, കണ്ടവൻ രച്ചിന് വരുത്തിരുന്നോടാ. നിനക്ക് വിശക്കുന്നെങ്കിലേ
അടുക്കള വന്ന് ചോദിച്ച് വാങ്ങിച്ച് തിന്നൂടേടാ എരപ്പേ. ആഹാരത്തിന് ഇത്ര ആർത്തിയോ? ഞാൻ എനിക്ക് വേണ്ടി കണ്ടുവച്ച ആളെ അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അല്ല ഞാൻ ഇനി മനസ്സിലായില്ലെന്ന് ഭാവിക്കരുത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. അല്ല ഇത് എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. അല്ല ഞാനൊരു ഇടം വരെ പോയിരുന്നു. എന്താ? ഈ പ്രേമലേഖനം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ വല്ലാത്ത ചമ്മലാണല്ലേ? അയ്യോ അല്ല ഞാനത് എനിക്ക് കോളേജിൽ ഒരുപാട് ലവ് ലെറ്റേഴ്സ് കിട്ടാറുണ്ട്. അതൊന്നും ഞാൻ കണക്കിലെടുക്കാറേ ഇല്ല. അതെ ഞാനും അതെ. ഇതൊന്നും അത്ര കണക്കിലെടുക്കേണ്ട കാര്യമല്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് എഴുതിയതാ. എന്താ അതൊക്കെ ഇത് വായിക്കുമ്പോ മനസ്സിലാവും. ഓ അതെന്താ? അതും ഇതേപോലെ ആത്മാർത്ഥമായിട്ട് എഴുതിയത് തന്നെ. എന്ന് വെച്ചാ മറുപടി മറുപടി മറുപടിയോ? അതിലത് വായിച്ചു നോക്കിയില്ലല്ലോ. വായിച്ചില്ല, എന്നാലും നേരത്തെ മറുപടി ഞാൻ എഴുതി വെച്ചു. എന്നാലതിന് തന്നേക്കേ. ഇതിലേതാണ് ആത്മാർത്ഥാന്ന് അറിഞ്ഞിട്ടേ ഞാൻ തരൂ. മാള് പോ. മാളു പൊയ്ക്കോ. എന്റെ പ്രേമേട്ടന്, എന്റെ പ്രിയപ്പെട്ട പ്രേമേട്ടന്. എന്റെ ഈശ്വര, ഓ ഇതൊന്നും അത്ര കാര്യാക്കാനില്ലടാ. കാണാൻ കൊള്ളാവുന്ന ഡ്രൈവറെ കാണുമ്പോ സാധാരണ പെമ്പിള്ളേർക്ക് തോന്നാറുള്ള ഇതൊക്കെ. അവർക്ക് കളിക്കാൻ ഒരു പാവയാണ് ആവശ്യം. നീ അതുപോലെ അങ്ങ് നിന്നു കൊടുത്താ മതി. അതിനെ വേറെ ആളെ നോക്കിയാ മതി, എന്നെ കിട്ടില്ല. എടാ, കുരച്ചോണ്ട് വരുന്ന പട്ടിയെ കണ്ട ഓടരുത്, അത് ഓടിച്ചിട്ട് കടിക്കും. അതുപോലെ ആ പെണ്ണും സ്നേഹിച്ചോണ്ട് വരുമ്പോ തിരിഞ്ഞു നിന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പല കുഴപ്പങ്ങളുണ്ടാക്കും. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി തന്തയോടും തള്ളോടും പറഞ്ഞു കൊടുത്തെന്ന് വരും. അതോടെ നിന്റെ ഗതി അധോഗതിയാവും. ഇപ്പൊ അമ്മുമാളും നിന്റെ കയ്യിലാ. അവരോടൊന്ന് മയത്തിൽ നിന്നാ നിനക്ക് ബാബാ പ്രദേശന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ മാനേജർ വരെ ആവാൻ സാധിക്കും. അത് മറക്കണ്ട. നന്നായിട്ട് വായിച്ചു പഠിക്കുക. സാറേ സമയം പണിയെടുത്തിനടാ പന്നി. ചേട്ടാ സമയം എന്തായി? വല്ലതും പറഞ്ഞായിരുന്നോ? അയ്യോ എന്ത്? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് ഞാൻ കേട്ടു. ഓ മണി 8. ഓ താങ്ക് യു. പോടാ. വെൽക്കം. 8 മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിയിട്ട്. കൃത്യനിഷ്ഠ തീരെയില്ലാത്ത കുട്ടി. ആ സാരമില്ല, വിവാഹശേഷം ഞാൻ എല്ലാം ശരിയാക്കി എടുത്തോളാം. അതേ നേരായോ വന്നിട്ട്? എന്തേ? സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഐ എം വെരി സോറി. നിങ്ങളാണോ ഫോൺ ചെയ്തത്? ഡാർലിംഗ്, ഐ ലവ് യു. തൊള്ളെ തല്ലിക്കൊന്ന് കായലിലേക്ക് എറിയ ഞാൻ. ഇത് ഞാൻ പറഞ്ഞല്ല, ആ ഹോസ്റ്റലിലെ പെങ്കൊച്ച് പറയാൻ പറഞ്ഞതാ. ഏത് പെങ്കൊച്ച്? ദാ ഇത് തന്നയച്ച പെങ്കൊച്ച്. താങ്ക് യു. തൊള്ളെ വയസ്സങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത് കേട്ടോ. എന്റെ പ്രേമ സമ്മാനമേ. ഈ തണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന? എന്തായി പോയിട്ട്? കണ്ടോ? കണ്ടു. കാണുക മാത്രമല്ല, ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. നീ പോയിട്ട് എന്തായി? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പെട്ടെന്നായിരുന്ന? രജിസ്റ്റർ മാരെയായിരുന്നു. ഓ, ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്കുക. പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. താങ്ക് യു. പക്ഷെ സോറി കേട്ടോ, ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങൾ ജാഫ്നയിൽ ഹണിമൂണിലായിരിക്കും. എന്നാ ചെല്ല്. ഓ ഓ ഓ പോ. ഓ ഓ. I love you. പ്രിയപ്പെട്ട ഗിരീഷേട്ടന് ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും ഒരു സൂചന തരാം. എന്റെ പേര്
സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല, തുമ്മലിലുണ്ട് ചമ്മലിലില്ല. എന്റെ പേര് രംഭയിലുണ്ട്, മേനകയിലില്ല. ഗീർവാണത്തിലുണ്ട്, നീർവാണത്തിലില്ല. അലവലാതിയിലുണ്ട്, ചെറ്റയിലില്ല. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവിലിത്തിരി മുളകുപൊടി ഇട്ടത് എത്ര നന്നായില്ലേ? രാവിലെ മുഴുവൻ എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് അറിഞ്ഞിട്ട് കയറി വരും. ജലദോഷം കുഷ്ടമൊക്കെ ആയിട്ട് ചെറ്റ. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. ഇത് മറ്റേ അത് പാമ്പാന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. നിന്റെ തന്ത ശരിയാക്കി തരാടാ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് എന്റെ പുറകെ തെണ്ടി നടക്കുന്ന നിങ്ങളുടെ മകളുണ്ടല്ലോ, അവളും ഇരട്ട പ്രസവിക്കും. ഞാനതല്ല ഉദ്ദേശിച്ചത്. ചന്ദ്രേട്ടൻ അത് തന്നെ അത് ഉദ്ദേശിച്ചത്. നേരിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ ഞങ്ങൾ വന്നത്. ചന്ദ്രേട്ടൻ വെറുമ്പാക്ക് പറയാറില്ല, ഇരട്ട പ്രസവിക്കും പറഞ്ഞ പെറ്റിരിക്കും. ഇവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ വന്ന് വണ്ടി കയറി വന്ന് കേറ് വാ. സത്യത്തിൽ ഞാൻ അതല്ല ചന്ദ്രേട്ടൻ അത് തന്നെ ഉദ്ദേശിച്ചത്. എന്റെ ഭാഗ്യം. വന്നേ. മാർഗേ, ഗർഭരക്ഷാ പ്രസവിക്കും പറഞ്ഞാ പ്രസവിച്ചിരിക്കൂട്ടാ. ഒരു സാമാന്യ മര്യാദയില്ല നിനക്ക്? ഒരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇരട്ട പ്രസവിക്കുന്നൊക്കെ? കുറച്ചു കൂടി പോയല്ലേ? പിന്നല്ലാതെ സിംഗിൾ മതിയായിരുന്നു. ഒറ്റ പ്രസവിക്കൂട്ടാ. നീ വണ്ടി കയറി. അവർ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ വന്നത്. എടുക്കണ വണ്ടി. അതെ, ടീച്ചർ പറഞ്ഞല്ലോ അച്ഛൻ ടീച്ചറെ കല്യാണം കഴിച്ചാ പിറ്റേ കൊല്ലം എനിക്കൊരു അനിയനെ തരാന്ന്. അപ്പൊ അവൾ അതും പറഞ്ഞോ? എങ്ങനെ പറയാതിരിക്കും ജയബാല, ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഒറ്റ വഴിയുള്ള ചന്ദ്രേട്ടാ, വാസക്ടമി. വാസക്ടമി? അതെന്താ? വന്ധ്യകരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചുങ്ങൾ ഉണ്ടാവുന്നുള്ള പേടിയുണ്ടല്ലോ. ഗുഡ് നൈറ്റ്. എന്തൊരു കഷ്ടമാണ് ദൈവം ഇത്. ഈ വന്ധ്യകരണമെന്ന് പറഞ്ഞാ ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഗുഡ് നൈറ്റ്. അല്ല പിന്നെ വാസക്ടമി പുണ്ണാക്ക്. ആരാ? ഞാൻ കൊട്ടാറിലെ റിസീവറാ. ഇതെന്റെ ഗുമസ്തൻ. തസ്തികയുടെ പേര് അതാണെന്നേ ഉള്ളൂ. ഇന്നത്തെ പല കൊടികെട്ടിയ വക്കീലന്മാരെക്കാളും നിയമത്തിന്റെ അറ്റവും മൂലയും പച്ചവെള്ളം പോലെ കാണപ്പെടണം എനിക്ക്. ഇവർക്കൊക്കെ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ. അയ്യോ, എന്താ? ഇവനെ പാട്ട് പാടിയതാ. അയ്യോ അയ്യോ അല്ലെ? അയ്യോ അയ്യോ അയ്യോ. കയറിയിരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. മോളുടെ അടുത്ത് ഞാൻ വെറും കൊമസ്താനാണെന്ന് നീ ആക്കി പറഞ്ഞു. തന്റെ അടുത്ത് എന്താ പറയാൻ പോണേ? പറഞ്ഞു, എന്തും പറഞ്ഞു. നമസ്കാരം. ഞാൻ അനന്തപത്മനാഭൻ. ഉർമീസ്. മോള് പറഞ്ഞു റിസീവറാ അല്ലേ? അതെ. കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് വിട്ട വിവരം പത്രത്തിൽ നിന്നറിഞ്ഞു. നല്ല ചുമ. ക്ഷയമാണോ? ക്ഷേമമാണോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്ത് ക്ഷേമം? അസുഖമൊന്നുമില്ല, പക്ഷെ വയ്യ. പോലീസുകാര് കൊണ്ടുപോയി കുറെ ഇടിച്ചു പിഴിഞ്ഞതല്ലേ. എന്നാത്തിനാ? തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം തെളിയിക്കാൻ. അപ്പൊ തട്ടിയത് ചേട്ടനാണോ? എന്നിട്ട് കൊട്ടാരത്തിലെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് അവർക്ക് കൈ കിട്ടിയത് തന്നെയാ. ഞാൻ അറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ലെന്നാ ആ നന്ദനവർമ്മയും മഹാദേവവർമ്മയും പോലീസിന് കൊടുത്ത മൊഴി. അതിന് കാരണമുണ്ട്. അവർക്ക് എന്നോടായിരുന്നു കൂടുതൽ ദേഷ്യം. എനിക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു. അതിൽ പിന്നെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും എനിക്കും എന്റെ കുഞ്ഞിനും പേടിയാ. കൊട്ടാരത്തിൽ നിന്ന് വിലപ്പെട്ട സാധനങ്ങളൊന്നും മോഷണം പോവാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാവോ കൊല നടന്നത്? എനിക്കറിയില്ല കുട്ടി. കഴിയുന്നത്ര നന്മ മാത്രമേ തമ്പുരാനും തമ്പുരാട്ടിയും ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഒരു വിധി. ചായ കഴിക്കുക. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങൾ വന്നത് പറഞ്ഞോളൂ. ഇന്നലെ രാത്രി ഈ കള്ളമരമറ്റാൻ തോന്നുന്നു ഞങ്ങളുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായി. അതെയോ? കുറെ കാലായി പൂട്ടിക്കിടക്കണ കൊട്ടാരല്ലേ? ഏതായാലും ഒന്ന് സൂക്ഷിക്കണ നല്ലതാ. കൊട്ടാരത്തിന്റെ അകമൊക്കെ ഒന്ന് തുറന്നു കാണണം. പരിചയമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. വിനോദമില്ലെങ്കിൽ ഒന്ന്.
വേണ്ട, അച്ഛന് നല്ല സുഖമില്ല. ഒരു പ്രാണിയായി പോയല്ലോ. ഇതായിരുന്നു ഞങ്ങൾക്കെല്ലാമായിരുന്നു ഉദയവർമ്മ തമ്പുരാൻ. ഓവറാവരുത് കേട്ടോ. എന്താ ഇത്? സാരമില്ല, നമുക്ക് നടക്കാം. ഞാനുണ്ടാക്കിയതാ. ആ അസലായിരുന്നു. നീ ഇഞ്ഞ് വന്നേ മോനെ, ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കേ. നമ്മളെ പാവങ്ങൾക്ക് തലമുറകളായിട്ട് ചെയ്തു വരുന്നൊരു സേവനം അത്. ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കേ. ബ്രാൻഡി കണ്ണിൽ ഒഴിക്കാറുണ്ടോ? അച്ഛ ഇതെന്താ? ഇത് ശതാവരിയുടെ വേരാ. കുടിക്കാനാണോ? അയ്യോ അല്ലല്ല, തേക്കാനാ. ദൈവമേ, ആ വിചാരം മാത്രമേ ഉള്ളൂ. അടുത്ത ആള് വരട്ടെ. എന്താ സുഖം? പ്രേമം. പ്രമേഹം. അതിന് മധുരത്തിൽ കുറച്ചാ മതി. ചെല്ല് ചെല്ല് ചെല്ല്. പറ്റണ്ടേ? എണീക്ക് എണീക്കടി. ചൂടാവല്ലേ വൈദ്യരെ. ദാ ഈ മുറിവ് കണ്ടോ? എന്താ ഇത്? ഇന്നലെ ചന്ദ്രേട്ടൻ ഉണ്ടാക്കി തന്നതാ. ഇതൊരിക്കലും ഉണങ്ങരുത്. നീര് ഇങ്ങനെ നിക്കണം. അതിനെ പറ്റിയ മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോ? ഉണ്ടോ ഉണങ്ങാൻ? സത്യം പറ, നിനക്ക് വട്ടുണ്ടോ? പ്രേമം ഒരു തരത്തിൽ വട്ട് തന്നെയല്ലേ ചന്ദ്രേട്ടാ? അത് മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന സാധനം വേണം. അതില്ലാത്തവർക്ക് അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ വൈദ്യരെ കാണാൻ വന്നത്. നീ എന്താ ഇവിടെ നോക്കിയിരിക്കുന്നത്? അച്ഛനല്ലേ പറഞ്ഞത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ. ഇതൊക്കെ കണ്ടുപിടിച്ചാൽ നിന്റെ ഉള്ള ജീവിതം പോകും. പോർന്ന് തരട്ടെ. എന്ത്? എങ്ങനെയുണ്ട്? നേരത്തെ വൃത്തിയോട് മാറി. ജയപാല, നീ പോയി വണ്ടി തിരിച്ചിട്ട് പോ പോ പോ. എങ്ങനെയുണ്ടാ മക്കളെ? നന്നായിട്ടുണ്ട്. ഇനി ഇത് മതി നാട്ടിലും വേഷം. അത് അച്ഛാ, ഇതാണ് മാത്തൻ സാർ പറഞ്ഞ സൈക്കിളിന്റെ പടം. ഓക്കേ, വാ. ജയപാല, ഓ ഈ സൈക്കിൾ കടയുടെ അഡ്രസ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എടുത്തിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേര് മദിരാശി എന്നല്ലേ? പിന്നല്ലാതെ സ്ഥലത്തിന്റെ പേര് തന്നെ കടയ്ക്കും. ഓക്കെ അപ്പു, അപ്പൊ പോയിട്ട് വരാം. വൈകിട്ട് കാണാം വിത്ത് സൈക്കിള്. ജാനേമി കൊല്ലം കൊണ്ടിരുന്നോ? ഒരു ഭംഗിക്ക് ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. പോടാ അവിടുന്ന്. എനിക്കൊന്നും വേണ്ട. നിങ്ങൾ നേരത്തെ ഇങ്ങ് എത്തിയാ മതി. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ടീച്ചറല്ലേ പിന്നില്? എന്റെ അമ്മേ, ഈ സാധനം പുറകിലുണ്ടായിരുന്നോ? ചന്ദ്രേട്ടാ വണ്ടി ഒന്ന് നിർത്തിക്കേ. നിർത്തണ്ട, കത്തിച്ചു വിട്ടോ. എല്ലാ അത്യാവശ്യ കാര്യം പറയാനാണെങ്കിൽ ഇതിനെന്ത് അത്യാവശ്യം? ഒരു അത്യാവശ്യമില്ല. നീ വേഗം വണ്ടി വിടും. ജയപാല, വണ്ടി നിർത്താൻ. ശവം. ചന്ദ്രേട്ട ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അല്ല, സ്പീഡിൽ പോയിട്ട് ടീച്ചർ വല്ല അപകടത്തിൽപ്പെട്ടാലോ? അപകടത്തിൽപ്പെടാൻ ഇവളോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഈ ജീപ്പ് നിനക്ക് തന്നെ. എന്നാ പിന്നെ എന്റെ മൊബൈൽ നമ്പർ കട്ട് ചെയ്തിട്ട് വർക്ക്ഷോപ്പിലെ നമ്പർ എല്ലാവർക്കും കൊടുത്തേക്കല്ലേ? അതെന്തിന്? പിന്നെ ഞാൻ ഫുൾ ടൈം വർക്ക്ഷോപ്പിലായിരിക്കുമല്ലോ. അത്രക്ക് ബെസ്റ്റ് വണ്ടിയാണല്ലോ ചന്ദ്രേട്ടൻ എനിക്ക് തരുന്നത്. ഹലോ ഹലോ ഹലോ, കിട്ടില്ലടാ. നീ എവിടെ തപ്പി നടന്നാലും ഇതുപോലൊരു വണ്ടി കാണാൻ കിട്ടില്ല. വണ്ടി കാണാത്ത കാര്യം നിൽക്കട്ടെ, ടീച്ചറെ കാണാനല്ലോ. ഈശ്വര, പാടത്തെങ്ങാനും വീണോ? സന്തോഷായി, ഇനി സുഖമായിട്ട് വിട്ടോ. പിന്നെ ടീച്ചർ എന്തൊക്കെ മോഹങ്ങളായിരുന്നു മനസ്സിൽ. പാടത്ത് വീണു, കാലൊടിഞ്ഞു. ഞാനൊരു ഷോർട്ട് കട്ട് വഴി ഇങ്ങ് കേറി. അല്ല, മദ്രാശിക്ക് പോകുന്ന കേട്ടു. ആണെങ്കി വരുമ്പോ എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരുമോ? എന്താണാവോ? ഒരു താലി. ജയപാല, വണ്ടി എടുത്തേ. വെറുതെ വേണ്ട, കാശ് തരാം. ജയപാല, ഇതിനുള്ള മറുപടി ചന്ദ്രേട്ടനല്ല പറയാൻ പോകുന്നത്, ഞാനാ പറയാൻ പോകുന്നത്. ടീച്ചറെ ഒരു സെക്കൻഡ് ഇങ്ങ് വന്നേ. കാശ് ആരും കാണാതെ പോക്കറ്റിലേക്ക് വെച്ചേക്ക്. താലിയുടെ കാര്യം ഞാൻ. എന്റെ കാശ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണല്ലേ? അത് വേണ്ട. എനിക്ക് വിശ്വാസമില്ലെന്ന്. വെറുതെ അല്ല ടീച്ചറിന്റെ ആഗ്രഹം നടക്കാത്ത. ഇയാൾക്ക് കാശ് തന്നിട്ട് എന്റെ ആഗ്രഹം നടക്കണം. എന്നാ പോ. ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ടില്ലല്ലോ.
നീ എന്താ അവളോട് പറഞ്ഞത്? മേലിൽ ഇമാരി ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മാറ്റം ശരിക്കും ശരിക്കും മേലിൽ സ്ത്രീകളോട് ഇത്രയും മോശമായിട്ട് സംസാരിക്കരുത്. പോവാം പോവാം. വഴിന് മാറി. ചന്ദ്രേട്ടാ, my best wishes for your മദ്രാശി trip. ഉമ്മ. നിന്റെ അച്ഛനോട് കൊടുക്കടി. നീ നോക്കിക്കോ, ചന്ദ്രേട്ട മദ്രാശിന്ന് വരുന്നത് എന്റെ കഴുത്തിൽ കെട്ടാനുള്ള താലിയും കൊണ്ടായി. ഉറപ്പാ. ജയപാല, ഇത് കേരളമല്ല, തമിഴ്നാടാണ്. അറിയാം. ഒന്ന് ചോദിച്ചിട്ട് പോണതിൽ തെറ്റില്ല. നിർത്ത്. എടുക്ക് പുറകിലേക്ക്. എപ്പോഴും ചോദിച്ചിട്ട് പോകുന്നതാണ് അതിന്റെ ശരി. അണ്ണേ, മദിരാശി. ഹലോ, വഴിയോട് ചോദിച്ചത് മദിരാശിക്കുള്ള അന്ത ഊര് മദിരാശിക്ക് പോകാനുള്ള അണ്ണ എന്താ ഒന്ന് പറയുന്ന കേക്കുക. ഹലോ അണ്ണേ, മദിരാശിക്ക് ഏത് വഴിയാ പോകേണ്ടത്? കേറ്. കുരിശായല്ല ചന്ദ്രേട്ടത്. അങ്ങനെ പറയല്ലേ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നുണ്ട്, അങ്ങനെ വലിയ തെറ്റൊന്നുമില്ല. നീ വണ്ടി എടുക്കടാ. എന്തൊരു കഷ്ടമാണ്. ഹലോ, ഇங்க വാ. എവിടെ മദിരാശി? വണ്ടി കയറുന്ന ഇടം ഇരിക്കില്ല, അതുക്ക് അടുത്ത ജംഗ്ഷൻ தான் മദ്രാശി. ഓഹോ, എല്ലാരും കൂടി ചേർന്ന് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? നീതായ പട്ടി. ആര് പട്ടി? നീതാ. என்ன அங்க அறுத்து 2 நொங்கையா அறுத்துருவேன். போயா யாருகிட்ட வாங்க மாப்பிள்ளைകളാ. എന്താ ചെയ്താൻ പറഞ്ഞു? അല്ല, ഈ മദിരാശി എന്ന് പറയുന്നത് നമ്മളാദ്യം കേറിയില്ലേ, അതിന്റെ അടുത്ത് തന്നെയായിരുന്നു. എന്തായിരുന്നു? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കണം. ഇങ്ങനെ സഹായിക്കുമ്പോ ഇതുപോലുള്ള പറ്റിപ്പും പറ്റും. ശങ്കരത്തിന് തന്നെ 2 നൊങ്ക്. കേറി വണ്ടിയില്. ഹലോ, വേണ്ട. ഒന്നുമില്ല, വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ. ഒന്നും പ്രശ്നം ഇല്ലണ്ണേ, വണ്ടി ഇപ്പൊ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, അവരോടൊന്ന് ചോദിച്ചിട്ട് പോ. നീ വണ്ടി അവിടെ നിർത്തി. ഇനി വേണോ? ചോദിക്കുന്നതിനൊരു പ്രത്യേക നാക്കുണ്ട്. അതെങ്ങനെ? അതെങ്ങനെയാണെന്ന് നീ ഇതാ നേരിട്ട് കണ്ടോ. അണ്ണ വണക്കം. இந்த മദിരാശിക്ക് ചുമ്മാ വഴി ചോദിക്കുന്നതിന് മുമ്പ് അണ്ണ മദിരാശിക്ക് എന്താ വഴിയാ പോണെന്നാ ചോദിച്ചത്. മദ്രാസിയാ? നേരെ പോ. ഇവനെ അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാൻ നിവൃത്തിയില്ല. ഇവൻ അങ്ങോട്ടെന്ന് പറഞ്ഞത് ഇങ്ങോട്ടാണെങ്കിലും. അണ്ണ ഒരു നിമിഷം അണ്ണ, இந்த മദിരാശിക്ക് എന്താ വഴിയാ പോണം? இந்த സൈക്കിൾ എല്ലാം വാங்குற இடம் ഒരു തെരുവ്, அதுக்கு இந்த வழியா போணுமா இந்த வழியா போணுமா? நான் தான் உங்ககிட்ட நேரா போகணும்னு சொன்னல, அப்புறம் என்ன அவர்கிட்ட கேட்டுட்டு இருக்க? அதுக்கு இல்லனே, நான் வந்து அப்ப ஏன் மேல நம்பிக்கை இல்லையா? அப்படியா? எப்படியா? முதல்ல அவங்கிட்ட கேட்ட, ரெண்டாவது என்கிட்ட கேக்குற, மூணாவது அங்க கேப்ப. எங்கே? நாலாவது நாய்கிட்ட கேப்ப. இவனாருடா? எல்லாம் பார்த்தா உனக்கு பைத்தியம் மாதிரி தெரியுதா? ചന്ദ്രേട്ട കാലിലേക്ക് നോക്ക്, കാലിലേക്ക് നോക്ക്, കാലിലേക്ക് നോക്ക്. എന്താ? ഇയാളുടെ കാലിലേക്ക് നോക്ക്. என்ன கேள்வி கேக்குறீங்க? ஹை தங்கிடக்கா, ஹை ஹை தங்கிடக்கா, ஹை 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 தங்கிடக்கா. அடிக்கடா அவரை. ഒരു കാര്യമില്ല, കല്ലിലേക്ക് ഞാൻ പറയാം. മാഡം, ഞാൻ എന്റെ സ്വന്തം തമിഴില് സംസാരിച്ച് ഭാഷ അപമാനിക്കണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ഭാഗ്യം മലയാളിയാ മാഡം. വേറെ ഒന്നുമില്ല, ഞങ്ങളൊരു വഴി അന്വേഷിച്ചു വന്നപ്പോ ആദ്യം ഇയാളോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞില്ല? പറഞ്ഞു തന്നു. എന്നിട്ട് ആ സംശയം തീർക്കാൻ വേണ്ടി ഇദ്ദേഹത്തോടും കൂടി ഒന്ന് ചോദിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരാളോട് ചോദിച്ചറിഞ്ഞ വഴി വേറൊരാളോട് ചോദിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തിൽ ഇത് സ്ഥലം വേറെ. വാ. എങ്ങോട്ട്? യോ വായാ.
ഒരു 500 രൂപ കൂടെ. എന്തിന്? കൊടുന്ന് സൊല്ലുടാ. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ തടിയും കൊണ്ട് പോണമെങ്കിൽ മതി. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് 500 രൂപ, അല്ലെങ്കിൽ 1000 രൂപയായനെ. ആ എല്ലാരും പോങ്ക 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 പോങ്ക. യ്യോ, പോയാ. പോങ്ക പോങ്ക. അപ്പുറം പാക്കലാം. അപ്പനെ പോക്കാനാ? വെറുതെ നോക്കിട്ട് വരണം. ഇതെന്ത് നാടിത്? കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? രാധികയും അദ്ദേഹവും കൂടി മെനഞ്ഞാന്ന് ഇവിടെ വന്നിരുന്നു. അന്നിവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. മമ്മൂട്ടി അദ്ദേഹത്തെ വിളിച്ച് കുറെ നേരം സംസാരിച്ചു. അവര് ഫ്രണ്ട്സാ. അതിന് മമ്മൂട്ടിക്ക് മെഡിക്കൽ ഷോപ്പില്ലല്ലോ, അയാൾ വക്കീലായിരുന്നില്ലേ? അയ്യോ, ഫിലിം ഫീൽഡിലുള്ള മിക്കവരുമായിട്ട് രാജേട്ടൻ നല്ല പരിചയത്തിലാ. അവരുടെ വീട്ടില് 3-4 പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. പ്രേമേട്ടനെ പോലെയല്ല, അദ്ദേഹത്തിന് നല്ല സോഷ്യൽ കോണ്ടാക്ട്സാ. രാജീവന്റെ എല്ലാ കോണ്ടാക്ട്സും രാധികയ്ക്ക് അറിയോ? പ്രേമേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചത്? കാര്യം എന്താണെന്ന് പറ പ്രേമേട്ട. രാജീവന്റെയോ രാധികയുടെയോ അടുത്ത ബന്ധത്തിൽപ്പെട്ട പെൺകുട്ടികൾ ആരെങ്കിലും എന്റെ കോളേജിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ രാധിക പറഞ്ഞേനെ. ബന്ധുവാകാൻ സാധ്യതയില്ല. അല്ല, സംസാരവും പെരുമാറ്റവും ആ രീതിയിലായിരുന്നില്ല. ആരുടെ കാര്യമാ പറയുന്നത്? ഇന്ന് സെക്കൻഡ് അവർ കഴിഞ്ഞപ്പോ കോളേജിന്റെ പിന്നിലുള്ള ഗേറ്റിൽ ഒരു പെൺകുട്ടി രാജീവന്റെ ബൈക്കിൽ വന്നിറങ്ങുന്നത് കണ്ടു. സെക്കൻഡ് DC പഠിക്കുന്ന കുട്ടിയാ. രാജീവൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് അവരൊരു ഇമ്മോറലാണെന്ന്. ഇപ്പൊ കണ്ണി കാണുകയും ചെയ്തു. ഒരു പെൺകുട്ടി ബൈക്കിന് പിന്നിൽ വന്നിറങ്ങുന്നതിൽ എന്ത് ഇമ്മോറാലിറ്റി ആണുള്ളത്? ആ കുട്ടിക്ക് അദ്ദേഹം ലിഫ്റ്റ് കൊടുത്തതായിക്കൂടെ? അയ്യോ, അതല്ല സുലോചനെ, അവരുടെ ചിരിയും അടക്കിയുള്ള സംസാരവും. അതേതായാലും മാന്യമായിട്ടുള്ള ഒരു ബന്ധമല്ല. ഒരാളെ ഇഷ്ടമല്ലെന്ന് വെച്ച് ഇങ്ങനെയൊന്നും പറയരുത്. പ്രേമേട്ടന് പണ്ടേയുള്ള സ്വഭാവ. മനസ്സിന് പിടിച്ചില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ കൊണ്ടും വെറുപ്പിക്കും. കെട്ടി ഒരുക്കി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഐസ്ക്രീം മേടിച്ചു തന്നത് ഇതിനാണോ? സുലോചനെ, ഞാൻ കെട്ടിച്ചമയ്ക്കുന്ന ഒരു കഥയല്ലത്. പ്രേമേട്ടൻ ഇത്ര ചീപ്പാവരുത്. രാജേട്ടൻ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടെന്ന് പറഞ്ഞ് രാധികയോട് ചോദിച്ച് ഞാൻ നാണം കെട്ടുപോയി. പാവം, ചില്ലറ മാറാൻ കയറിയതായിരുന്നു. സിഗരറ്റ് പോലും വലിക്കാത്ത മനുഷ്യനെ പറ്റി ഇല്ലായ്മ പറഞ്ഞ ദൈവകോപം കിട്ടും. അപ്പോൾ അവനൊരു കുടിയനാണെന്ന് നീ സമ്മതിക്കുന്നില്ല? ഇനി കുടിയനാണെന്ന് തന്നെ ഇരിക്കട്ടെ. കുടിച്ചാലും അദ്ദേഹം സ്മാർട്ടാണല്ലോ. ഹലോ, കേറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നും കോളേജ് വരെ കൊണ്ടാക്കുവോ? തൽക്കാലം ഇപ്പൊ ഒരു ജോലിയുണ്ട്, അത് റിസൈൻ ചെയ്യാണെങ്കിൽ ആലോചിക്കാം. എന്നാൽ എന്നും പോകുന്ന പോലെ ഞാൻ പൊക്കോളാം. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല സാറേ, ചില ആണുങ്ങൾക്ക് ഞാൻ ലിഫ്റ്റ് കൊടുക്കും. സ്ത്രീകളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയേ അടങ്ങൂ എന്നുള്ള വാശിയിലാണല്ലോ സാറ്. സാറിന്റെ നാളേതാ? എന്തിനാ? അല്ല, മുന്നാളാണോന്ന് അറിയാനാ. നമ്മൾ തമ്മിൽ പൂർവ്വകാല വൈരാഗ്യങ്ങളോ ബന്ധങ്ങളോ ഒന്നുമില്ല. പിന്നെയും എന്തിനാണ് ഈ ഉരസലെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടന്നുകൊണ്ട് വേണോ സാറേ ഇത്? ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. പോട്ടെ. സുലോചനയോട് എന്ത് പറഞ്ഞാലും ചൂടാറുന്നതിന് മുമ്പ് അവളത് രാധികയുടെ ചെവിയിലെത്തിക്കും. അത് ചോദിക്കാൻ ഈ കോന്തൻ ഉടനെ വണ്ടി എടുത്തുണ്ടെങ്കിൽ ഇറങ്ങും. ഇനി ഇവനെ പറ്റി ഒന്നും സുലോചനയോട് പറയാതിരിക്കുന്നതാണ് ഭംഗി. മായെ കാണാനില്ലല്ലോ, ശരിക്കും നോക്കടാ. ഞാൻ നോക്കണ്ട, പക്ഷെ എനിക്ക് ചില മുദ്രകൾ മനസ്സിലാവണില്ല. ആ കൂട്ടത്തിൽ മായ ഉണ്ടോ നോക്കാൻ. ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചറിയാ. ഒരു ജാതി മുഖമൂടിയും കിരീടവും. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തിൽ മായെ കാണാനില്ല, അവളുടെ വീട്ടുകാരും ഇല്ല. അവരൊക്കെ വേറെ ഏതോ ഭാഗത്താന്ന് തോന്നുന്നു. ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? എന്നാ വാ വാ. കരിമ്പൂതം. ഇവിടത്തെ മുഴുവൻ മുറികൾ നോക്കി തേനെങ്കിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണമെങ്കിൽ ഉറക്കെ വിളിച്ചു കൂകാം. കൊളവാക്കം ഒച്ച വെച്ച കൊന്നുകളെ ഞാൻ. നീ നോക്കടാ. സാമ്യമകന്നൂരുദ്യാനം എത്രയും അഭിരാമം ഇതിനുണ്ടതു ന്യൂനം.
കാമ്യം നിനയ്ക്കുന്നാകിൽ ആഹാ ഭുജം ഞാനിവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുക അല്ലയോ? കൊള്ളാം. ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്തുകയെന്ന്. ഏതായാലും സന്തോഷായി. ഇപ്പോഴാവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല. അമ്പുജം 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 എന്തിനാടി എതിർക്കുന്നേ? എന്റെ പൊന്നേ, ഇവിടെ ഒന്നും ആരുമില്ല. ഒക്കെ കഥകളി കാണാൻ പോയിരിക്കുവാ. എന്റെ ഈശ്വര, ആരാ ഇവള്? അമ്പുജം, ആഹാ, സത്യം പറ, ആരാടിയവൻ? അതാ എനിക്ക് അറിയേണ്ടത്. സത്യം പറ, ആരാ ഇവള്? സത്യം പറഞ്ഞോണം. അവിടെ നിൽക്കണം. അവിടെ എന്താടാ ഇത്? തല്ലിയതുപോലെ സ്വപ്നം കണ്ടു. അയ്യോ ആരാത്? എന്താ 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 എന്താ? അയ്യോ കളൻ കളൻ. കൊട്ടാരം മൊത്തം ഇനി എന്താ ചെയ്യാ? തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാം. വരുന്നത് വരട്ടെ. അയ്യോ അയ്യോ, താനായിരുന്നു എന്റെ ഭാര്യയുടെ കിടപ്പറയിലെ? ഇങ്ങനെ കിടന്നാ മതിയാ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ? മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മായയുടെ മന്ത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. എന്തിനാ ഇരിക്കണത്? കിടന്നോളൂ. ഒരു പ്ലാവെങ്കിലും കണ്ടിരുന്നെങ്ക പല ചക്കനയിലിട്ട് തിന്നായിരുന്നു. അതേ നോക്കിയേ. ചക്കയും മാങ്ങിയൊന്നും എനിക്ക് വേണ്ട. മാങ്ങയല്ലടാ, മായ. അങ്ങോട്ട് മാറിക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. നീ വിചാരിക്കും പോലെ തട്ടിക്കൊണ്ടുപോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ഈ വേഷത്തിൽ പോണ്ട. ഈ കസമുണ്ട് എടുത്തോണ്ട് പോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടുത്തെ ആളാന്ന് കരുതൂ. ശരിയാ, തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്ന തമ്പ്രാനായി മാറണമെന്നൊരു ചൊല്ലുണ്ട്. ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ എങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല, നിന്റെ പള്ളക്കിട്ടിയാൻ കേറ്റും. പിന്നെ നിന്നെ പള്ളിക്കാട്ടിൽ എടുക്കൂ. അവളെ എന്റെ പെണ്ണ. സ്ഥലം വിട്. ഇയാള് പോടാ നീ. എന്താ ഇനി അങ്ങോട്ട് പോണ്ട. നമ്മുടെ മുറിയിൽ വേറെ ആൾക്കാരെത്തി. അയ്യോ, അപ്പൊ നമ്മളിനി എവിടെ താമസിക്കും? നമുക്ക് ആ വശത്തേക്ക് പോവാം. മായ അവിടെയാ. ഇതേതായി കണ്ണട? ഇവിടെ കടന്ന് കിട്ടിയതാ. കളയടാതൊക്കെ. ഇതൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യടാ. എവിടെ എവിടെ? ആരോ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ മായയെ കാണാമെന്നവരൊക്കെ പോയോ? പോയി. ഇപ്പൊ മായയുടെ അടുത്ത് ആരുമില്ല. നീ ഞാൻ ചെല്ല്. ഇതാണ് മദിരാശി സ്ട്രീറ്റ്. നീ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യും. ഇവിടെ മതി. ബാക്കി നമുക്ക് ചോദിച്ചു പോവാം. ഇവിടെ നിർത്ത് 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 നിർത്ത്. എവിടെയാണോ കട? ഇവിടെ എവിടെയോ ആണ് ആ കട. കറക്റ്റ് അറിഞ്ഞൂടെ? വാ, ആരോടെങ്കിലും ചോദിക്കാം. മറ്റേ 500 രൂപ കേസ്. എന്താണോ? അല്ല, ഇവിടെ ഒരു സൈക്കിൾ കടയുണ്ടേ. മോനൊരു സൈക്കിൾ മേടിക്കാൻ വേണ്ടിട്ടാ. വണ്ടി എങ്ക പാർക്ക് பண்ணிருக்க? വണ്ടി അങ്ക അങ്ക. ഇത് എന്താ ഇടം தெரியுமா? തമിഴ്നാട്. கோயம்புத்தூர் கோயம்புத்தூர். மதிராசி மதிராசி. வண்டி நோ பார்க்கிங் இடத்துல பார்க் பண்ணிருக்க. போர்டு பார்க்கலையா? எங்க? அங்க. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അയ്യോ സോറി മാഡം, എനിക്ക് തമിഴ് അത്ര വശമില്ല. അതെന്റെ കുറ്റമല്ല. അത് ഞങ്ങളുടെ കുറ്റമല്ല. വാ.
വായാ ഒരു 500 രൂപ എടു. 10 മിനിറ്റ് മുമ്പല്ലേ ഞാനിപ്പോ 500. അതുകൊണ്ടാണ് 500 ആക്കിയതില്ലെങ്കിൽ 1000 തരേണ്ടി വന്നേ. അല്ല മാഡം, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ഒന്ന് നാട്ടിലേക്ക് എത്തണമെങ്കിൽ കൊടുത്തിട്ട് പോവാം നമുക്ക്. കൊടുത്തേക്ക്. ഓക്കെ, പയ്യനക്ക് നല്ല സൈക്കിൾ വാങ്ങിട്ട് പോ. അപ്പൊ വണ്ടി ഇവിടുന്ന് വേഗം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിടണം. ഓക്കെ, മാറ്റിയിടാം. കീ നിന്റെ കയ്യിലില്ലേ? മാറ്റ്. വേഗം ഇടണേ. പെട്ടെന്ന് വേണം. പോയാ തമിഴ് അറിയില്ല, കോപ്പ് പറയാതെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അതിന് എന്റെ മെക്കിട്ട് എന്തിനാ? എടുക്കണം മുമ്പോട്ടേക്ക്. പാർക്ക് ചെയ്ത സ്ഥലത്തല്ല അവരും പാർക്ക് ചെയ്തിരുന്നത്. അണ്ണേ, വണ്ടി ഇങ്ങ പാർക്ക് പണ്ണാമ വേറെ എങ്കി എടുത്ത് മാറ്റി. இந்த இடத்துல പാർക്ക് ചെയ്ത് 500 രൂപ പോവും. മാത്രമല്ല ഇവിടെ കുറച്ച് കുത്തും കിട്ടും. ഇത് നോ പാർക്കിംഗ് ഏരിയ തന്നോടാരാ പറഞ്ഞേ? അടി ചക്കര, അണ്ണന്മാര് മലയാളികളാണല്ലേ. ദേ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, നോ പാർക്കിംഗ്. ഹലോ, അത് നോ പാർക്കിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ തട്ടിപ്പുകാരെ സൂക്ഷിക്കാന്നാ. ഇവനൊക്കെ ഇത് എവിടെ നടാ? പല പിന്നെയും പോയി നമുക്ക് വിട്ടുപോവാം. നീ എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. എവിടെയെങ്കിലും കണാരൻ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതിയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ ചന്ദ്രന്റെ ശരീരത്തിൽ എവിടെ ഒരു കിടപ്പുണ്ട്. വന്നപ്പോ മുതൽ തുടങ്ങിയത്. വാ ചന്ദ്രൻ വന്നേ. ജയബാല, ഈ ഗതി ആയോടാ സ്വാമിക്കുഴന്റെ? ട്രെയിനിങ്ങിന് വിളിക്കാൻ ഇനിയും താമസിച്ചാൽ നിന്നെ ഈ കണക്കിൽ ചങ്ങലക്കേണ്ടി വരുമല്ലോ. ഊരാതെ വേട്ടാ. വാ, ഒരു കൈ സഹായിക്ക്. ഓക്കെ മാൻ. ആകാം ആകാം. വരട്ടെ. നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ? എന്തോന്ന് സ്റ്റോൺ? മൂത്രത്തിൽ കല്ലുണ്ടോന്ന് ഞാൻ അരിച്ചു നോക്കിയിട്ടില്ല. അല്ല പിന്നെ എന്നെ കൊണ്ട് പറ്റൂല. അടുക്കളയിലൂടെ ഒറ്റക്കാണ്. അണ്ണാ, നമുക്കിവിടെ ഒരു സർവനെ നിർത്തണം. എനിക്ക് രസം ഉണ്ടാക്കാനേ അറിയൂ. മതി, ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്നെ മധുരയിലെ സീതമാമിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വേണിയമ്മാൾ ഒരു രസൽ അമ്മിയാര് കുക്കായിട്ട് മാറിയിരിക്കണം. വേണിയുടെ ഇഡ്ഡലി സാമ്പാർ, തൈര് വട, രസവട, പൊരിയൽ, പൂരി മസാല, വെങ്കായ ഉത്തപ്പം, തൈര്. ഇത്രയും ആയാൽ ഞാൻ ഈ മാംസപീഡനം, അതായത് നോൺ, അങ്ങനെ നിർത്തിയേക്കാം. അയ്യടാ, ഇവിടെ പോറ്റി ഹോട്ടൽ തുടങ്ങാൻ പോണോ സാറന്മാര്? നോ, നിന്നെ എനിക്ക് കെട്ടിച്ചു വിടണം. അതിനുമുമ്പ് ഒരു നല്ല അമ്മാളാക്കി എടുക്കണമല്ലോ. അന്ത കാഞ്ചീപുരം ചേല ചുറ്റി. അറിയാവുന്ന പാട്ടുപോലും പാടേ. ഒരയ്യേ സ്വാമിയെ ഞാൻ നോട്ടമിട്ടിട്ടുണ്ട്. അയ്യേ സ്വാമി. കല്യാണ സമയൽ സാദം, കായ്കറികളും പ്രമാദം, അന്ത കൗരവർ പ്രസാദം, ഇതുവേ നമുക്ക് പോതും. ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഈ എക്യുപ്മെന്റ് എന്റെയാ. പാതി കാശ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ പാതി ഓടിച്ചു തരാം. നോക്ക്, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട്. എന്തായി? ഡ്രസ് അഴിച്ചോ? അഴിച്ചു തുടങ്ങി. അതെ, കുളി തുടങ്ങിയോ? തുടങ്ങും. ഇനി ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. അവര് ഡ്രസ് അഴിച്ചു, പക്ഷെ പിന്നെ ഇട്ടു. ഡ്രസ് ഇട്ടുണ്ട് കുളിക്കാൻ പോടാ. ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരം ഇല്ലാതെ? ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ. ഇതൊന്നുകൂടെ വാങ്ങിച്ചേ പറ്റൂ. മതി, ഈ പക്ഷികളെ നോക്കിയത് മതി. ഇവൻ എപ്പോഴും ഇങ്ങനെ ഈ കിളികളെ വായിച്ചുകൊണ്ടിരിക്കും. കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ.
ഡ്രസ്സല്ല തൂവൽ തൂവൽ പക്ഷികൾ തൂവലല്ലേ പൊഴിക്കുന്നത്. തൂവല് മുഴുവൻ പൊഴിച്ച് കുളി തുടങ്ങി മോനെ. അത് പിന്നെ കിളിയൊക്കെ കുളിക്കട്ടെ. ഇത് കിളികൾ കുളിക്കുന്ന സീസണാ. വ്യത്യസ്തങ്ങളായ കുളികള്. കിളികൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ട്. പട്ടി. ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ് എന്റെ ഉള്ളൂ, ബാക്കി പകുതി ഇവന്റെയാ. അതെ. ഓ, നിങ്ങൾ കിളികൾ നോക്കായിരുന്നല്ലേ? അതെ. ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെന്ന്. എന്താ ഈ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ നോക്കൂ സിസ്റ്റേഴ്സ്. യവൻ ചിലപ്പോ നോക്കും സിസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് അവൻ ഇഷ്ടിയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. അയ്യേ. എടാ ഇഷ്ടം പുറത്തുനിന്ന്. എന്താ എല്ലാരും കൂടി? ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു. അയ്യോ സോറി സിസ്റ്റേഴ്സ്, 96 സെന്റ് വരെ ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് ബുക്കിംഗ് ആയി പോയി. സത്യം പറഞ്ഞാ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അയ്യോ വല്ല ഡോക്ടേഴ്സിനെയും കാണിച്ചൂടെ? അതെ. അയ്യോ ഇത് അസുഖമല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കി. ഏതായാലും നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വന്ന സ്ഥിതിക്ക് കൊല്ലത്ത് നിങ്ങൾ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, അതെ കൊച്ചിൻ ബ്രദേഴ്സ് ആണ്. ഈ വർഷം നമുക്ക് ഒരു ദിവസമെങ്കിലും ഒഴിവുണ്ടാവും. ഇടയ്ക്കാത്തോണ്ട് അവരിന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ. ഈ തിരക്കേറിനെ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം. ഹോസ്റ്റലില്ല? ഹോസ്റ്റലില്ല, അല്ലല്ല, ഉത്സവത്തിന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില്. ഏത് ഫ്രണ്ടിന്റെ? വൃത്തികേട് പറയാത്ര വൃത്തികെട്ടവനെ. ഫ്രണ്ട് എന്ന് പറയുന്ന വൃത്തികേടാണ്. അതെ. എന്ത്? ഏത് ഫ്രണ്ടിന്റെയാ? ഗീതുവിന്റെ. ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് സ്പെഷ്യൽ ബോട്ടില്. വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഏതായി സ്ഥലം? നല്ല സ്ഥലാ, പുതുക്കോട്ട. അപ്പോ വരുമല്ലോ. തീർച്ചയായിട്ടും വരും, വരാതെ പറ്റില്ലല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. അല്ല, ഈ അഡ്വാൻസ് ഒന്നും കൊണ്ടുവന്നില്ലേ? അഡ്വാൻസോ? അയ്യോ, ഞങ്ങൾ കൊണ്ടുവന്നില്ല. അവിടെ ചെന്നിട്ട് മൊത്തമായിട്ട് തരാം. അത് മതി, അത് മതി. ശരി, അപ്പൊ വരട്ടെ. ശരി. അഡ്വാൻസ് കൊണ്ടുവരാതെ വന്നിരിക്കുന്നവരും കേട്ടു. ഇത്രയും പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് അഡ്വാൻസ് ചോദിക്കുന്നത്. അഡ്വാൻസ് ചോദിച്ചാൽ എന്താ? ചോദിക്കാൻ പാടില്ല. അതിന് കാരണമുണ്ട്. എന്ത് കാര്യം? ഗീതുവിന്റെ നാട്ടിലെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ആരാ ഗീതു നിനക്കറിയാമോ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പ്രേമിക്കുന്ന പെണ്ണ്. പ്രേമോ? ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യലും ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലേടാ തെണ്ടി. തെണ്ടി നിന്റെ അച്ഛൻ. ഒന്ന് മാറി അലമ്പുണ്ടാക്കല്ലേ തിരക്കുണ്ടാക്കല്ലേ. ഇറങ്ങിക്കോ. ഒന്നും കൂടി ലോറിയുടെ കാര്യം നമുക്ക് വൈകുന്നേരം സെറ്റിൽ ചെയ്യാം. ഹലോ KRP, എങ്ങനെയുണ്ടായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്? സത്യം പറഞ്ഞ കലക്കി. വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. ഒന്ന് നടു നിവർത്തണം. 400 കിലോമീറ്റർ അങ്ങോട്ടും 400 കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ. വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? ഒക്കെ റെഡി. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം. ശരി. ജയ് ഹിന്ദ്. കലക്കി മറിച്ചു. ഹോ, കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ്. ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ. പൂഴി വാരി എറിഞ്ഞ നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം. കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി മറിഞ്ഞത്. അമ്മേ, സത്യവാചകം ചൊല്ലുന്നു നമുക്ക് കേൾക്കാനൊക്കില്ലമ്മേ. CM ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരഘോഷമാണ്. പക്ഷെ എനിക്ക് മുൻവശത്തിന് ഇരിക്കാൻ സീറ്റ് കിട്ടിയോണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു. മുൻവശത്തോ? അതെ, മുൻവശത്ത്. ഏറ്റവും മുമ്പിൽ ഞങ്ങൾ 31 പേരായിരുന്നു. ഒരു വരിയിൽ 31 കസേരയാ. ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ പുറത്ത് 123 TV സ്ഥാപിച്ചിരുന്നു. പക്ഷെ TV അത്ര ക്ലിയർ അല്ലായിരുന്നു. മൊത്തത്തിലൊരു മങ്ങല്. ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട്. വിശന്നിട്ട് വയ്യമ്മേ, കാര്യമായിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വെക്കേ. അമ്മയുടെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇലക്ഷന് തോറ്റ് തുന്നമ്പാടിയ ഒരു സഖാവ്. മൂപ്പരെവിടെ? കാണാൻ കൊതിയാവ്. അതുകൊണ്ടാ. ഓഹോ, പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ, ഇനി എന്ത് വഴക്ക്? ഒന്ന് നേരിൽ കാണുക, മൂപ്പരുടെ പാർട്ടി അകാലത്തിൽ അന്തരിച്ചതിനുള്ള ഒരു അനുശോചനം രേഖപ്പെടുത്തുക, അത്രേ ഉള്ളൂ. പ്രകാശ, നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരവും ഇവിടെ വേണ്ട. ഒന്നും അല്ലെങ്കിൽ നിന്റെ ചേട്ടനല്ലേടാ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞ പിന്നെ അവൻ ഇങ്ങോട്ട് കേറിയിട്ടേ ഇല്ല. നിന്നെ പേടിച്ചിട്ടാ. ഇന്നലെ രാത്രി ജംഗ്ഷനിൽ വെച്ച് കണ്ടുവന്ന് അച്ചു പറയണ കേട്ടു. ഓഹോ, എന്നാൽ എനിക്ക് സന്തോഷമായി. ഈ അവസ്ഥയെ തന്നെ വേണം എനിക്ക് മൂപ്പരെ നേരിട്ട് കാണാൻ. അമ്മയ്ക്കറിയോ, ഈ ഇലക്ഷന്റെ ഇടയ്ക്ക് 9-ാം വാർഡിലിട്ട് എന്നെ തല്ലിക്കാൻ വരെ പ്ലാൻ ചെയ്ത ആളാ ചേട്ടൻ. ആര്? പ്രഭാകരനോ? അമ്മ എന്തറിഞ്ഞു? അതൊക്കെ പോട്ടെ. ആദ്യം സ്ട്രോങ് ആയിട്ട് ചായ ഞെടുത്തേ. കാലത്തെ പരിപാടികൾ നടക്കട്ടെ. നേരത്തിൽ വെള്ളം ചൂടാക്കിയടി. മേലാകെ അസല് വേദന. അങ്ങോട്ടും ഇങ്ങോട്ടും കാറിലൊരു ഒറ്റ ഇരിപ്പായിരുന്നേ. കാറിലോ? ലോറി പുറത്തല്ലേ? ഏയ്, ഞാനും മണ്ഡലം പ്രസിഡന്റ് കാറിലായിരുന്നില്ലേ. നോണ പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. പോയി വെള്ളം ചൂടാക്കടി. നേര് പറ, രാജ്ഭവന്റെ ഗേറ്റ് കടക്കാൻ പറ്റുമോ? നീ കുറെ കൂടുന്നുണ്ട്. പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. വൈകുന്നേരം ടൗണിലേക്ക് വാ. കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്. ഇത് പഠിച്ചു പറ്റി. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിഞ്ഞിട്ട് തിന്നാം. ആപ്പിളൊന്നും കിട്ടിയില്ലേ? ഉണ്ട്, ഇതിനകത്തോട്ടുണ്ട്. നിങ്ങൾ 2 തടിമിടുക്കുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? എന്താ കാര്യം? ദാ, അത് കണ്ടില്ലേ? എന്ത്? ഒരു പെൺകുട്ടിയായിട്ട് കുറെ പേര് കഷ്ടപ്പെടുത്തുന്നത്.
സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും അവളെ സമ്മതിക്കുന്നില്ല. ആരാവര്? അവരേതോ നാടകക്കാരാന്നാ തോന്നുന്നു. നാടകക്കാർക്ക് അത്ര ധൈര്യോ? കണ്ടിട്ട് ചരിത്ര നാടകമാണെന്ന് തോന്നുന്നു. ശരിയാ, വാളും പരിചയം കണ്ടില്ലേ? ഏത് ട്രൂപ്പ് ഇത്? പാലത്തറാന്ന് മാടശ്ശേരി നോക്കിയാ പറയുന്നത്. അപ്പൊ ഏതോ മാട്ട ട്രൂപ്പാ. എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം. അതെ, ചോദിക്കാം. ആരാടാ ഈ പാലത്തറ? ആരാടാ ഈ മാടശ്ശേരി? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. നിങ്ങൾ ഈ പെൺകുട്ടിയെ കുറിച്ച് എന്താ വിചാരിച്ചത്? അവർക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നോ? ഗീതു, മോള് ധൈര്യമായിട്ട് വെക്കോ. ആരാ തടുക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. നടന്നോ? എല്ലാരും നടന്നോ? എന്റെ ദൈവമേ, കുഴപ്പമായി എന്നാ തോന്നുന്നേ. ദേ പറഞ്ഞ പോലെ കൂട്ടുകാരികളെല്ലാവരും വന്നിട്ടുണ്ട്. അടിച്ച് നിന്റെ ചെവിക്കുറ്റികളെ ഞാൻ. അല്ല, ഇറങ്ങണില്ലേ? ഇതാണാ വീട്? എന്താ ഇത് പോരെ? ആ, തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ? ആദ്യം ഇങ്ങടെ ഇറങ്ങി. ഇറങ്ങല്ലേ? കൂടുതൽ എന്താ പാമ്പാ? തബല്ല. തവളയാ? തവളയല്ല, തബല്ല. ഇതൊന്ന് പിടിച്ചേ. അതൊക്കെ അവനവൻ തന്നെ പിടിച്ചാ മതി. വന്നേ വാ. ആരടാ ഇയാള്? ഈശ്വര, അനർത്ഥങ്ങളൊന്നും കൂടാതെ ഇങ്ങ് എത്തിയല്ലോ, അത് മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കണ എന്റെ ഭാനുമതി? അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാര് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്തുണ്ടാക്കാൻ? അവര് കയറി തടഞ്ഞപ്പോ ആരടാ ഈ പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളച്ചതും ഇവര് കയറി അങ്ങ് ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാതികർ ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷെ ഗാനഭൂഷണം പാസ്സായിട്ടില്ല. പിന്നീട് പാസ്സായി. വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. നിക്ക് ആദ്യം ലേഡീസ് പോട്ടെ. അതിനുശേഷം ലേഡീസ് പോയിക്കോട്ടെ. അവര് പോയിക്കോട്ടെ. അതിനെന്താ? ആ, ഇനി വാ. ആള് കൂടുതലാ. വേഞ്ചില് ഫുഡ് തീരും. അബലയില് മുട്ടിക്കല്ലേ? നിങ്ങൾ എവിടേക്ക് ഈ പടച്ചു കയറണേ? നിങ്ങൾ ഇവിടെ അല്ല, അവിടെ. അവിടെയാണോ ഫുഡ്? ആ, ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? ആ, തരക്കേടില്ല. AC ഒന്നും ഇല്ലല്ലേ? AC നിന്റെ അമ്മൂമ്മയുടെ. അമ്മൂമ്മയുടെ? ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ AC കൊണ്ടുപോയിരിക്കുക. കൊണ്ടുവരുമല്ലേ? പിന്നെ റിഹേഴ്സലിന് സമയമായി. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും. സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറൊന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ. ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിയെന്ന്? അത് മുഖ്യമായിട്ടും ഈ ശാപ്പാട്. നാല് നേരവും ശാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും. റിഹേഴ്സൽ നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഏതാടാ ഈ നാട്ടിലെ കഥ തന്നെ. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യേ. കാതികനുമല്ല, കലാകാരനല്ല, പിന്നെ നിങ്ങൾ ആരാ? പിച്ചക്കാരൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്തോ. എന്ത് ഫുഡ് അറേഞ്ച്? വന്നപ്പോ തുടങ്ങിയുള്ള ഫുഡ് അറേഞ്ച്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും 2 കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തു ആവാന്ന് വിചാരിച്ചോ? ഞാൻ ഇവിടുത്തെ കുശിരിക്കാരാണെന്ന് വിചാരിച്ചാ? അപ്പൊ അല്ലേ അടിച്ചെന്നിട്ട് ചെവിക്കുറ്റിയാൻ കളയും ഞാൻ. ആ, മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവര്. ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം. അച്ഛാ, നേര് പറയട്ടെ, എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത്. ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിനകത്തെ ഒറ്റ വലിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് ആവേശം മൂക്കാതിരിക്കൂ? INSP തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാമെന്ന് വീമ്പിളക്കിയവന്മാരൊക്കെ എവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു. പിന്നെ ആളുടെ പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. അച്ഛാ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. ഓ, അപ്പടിയാ? പിന്നല്ലാതെ. എന്നാലും പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നു. നന്നായിരിക്കും. ഈ കഥർ വിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് കയറി ചെന്നാലേ വളരെ നന്നായിരിക്കും. പ്രവേട്ടം വരുന്നുണ്ട്. എവിടെ? പിൻവശത്തോടെ വരുന്നേ. മുൻവശത്തൂടെ വരാൻ ധൈര്യം കാണില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരുന്നില്ലെങ്കിലുണ്ടല്ലോ. മോള് പോയി പ്ലേറ്റ് എടുത്തോണ്ട് വാ. എവിടെയായിരുന്നടാ പ്രഭേ നീ? ഞാൻ വന്നിട്ട് ദിവസം എത്രയായി? കയറി വാ, വന്ന് ഊണ് കഴിക്കുക. പ്രഭേ, ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. പ്രകാശ, നിന്നോടാ പറഞ്ഞത്. മാനു, നീ എന്ന് വിളിക്കും, വന്ന് ഊണ് കഴിക്കാൻ പറ. ഇവ നാട്ടടക്കി ഇരുന്നാ ഞാൻ വിളിക്കാം. മോനൊന്നും മിണ്ടണ്ട കേട്ടോ. ഇല്ല, ഞാൻ ഒന്നും മിണ്ടത്തില്ല. ഹലോ, അപ്പൊ ഞാനടാ. അച്ഛൻ സൈക്കിള് മേടിച്ചോ? ഇല്ല മക്കളെ, ഇന്നിവിടെ ഹർത്താലാ. നാളെ മേടിക്കാൻ പറ്റൂ. അയ്യോ,
അച്ഛൻ വൈകുന്നേരം എത്തുമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വരാൻ പറഞ്ഞല്ലോ. അതിനെന്താ, അവരോട് നാളെ വരാൻ പറഞ്ഞാ പോരെ? ശരി. പിന്നെ അച്ഛാ, ഇവിടെ ഒരാൾക്ക് അച്ഛനോട് സംസാരിക്കണം. ആർക്ക്? ജാനകിയമ്മയ്ക്കാ? ജാനകിയമ്മയല്ല, അപ്പൂന്റെ അമ്മ ഭാമയാ. നീ എന്താ അവിടെ? മോനെ കുറിച്ച് അച്ഛനൊരു വിചാരമില്ലാന്ന് കരുതി അമ്മയ്ക്ക് എങ്ങനെയാവാൻ പറ്റില്ലല്ലോ. ക്ലാസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ ചന്ദ്രേട്ടൻ വരാത്ത സ്ഥിതിക്ക് ഇന്ന് രാത്രി ഞാൻ ഇവിടെയാ. വേണ്ട വേണ്ട, വീട്ടിൽ പോ. വേണോ വേണ്ടോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. സാറ് ഞാൻ പറഞ്ഞ സാധനം മറക്കാതെ ഇങ്ങ് വാങ്ങിച്ചോണ്ട് വന്നാ മതി. എന്ത്? താലി വെക്കട്ടെ? ടീച്ചർ കിസ് അടിച്ചല്ലേ? നിനക്കെങ്ങനെ മനസ്സിലായി? പെമ്പിള്ളേര് ഫോണിൽ കൂടി കിസ് അടിക്കുമ്പോ ഞാനും ഇങ്ങനെയാ ചേന്ന് പറയും, അടുത്തുള്ളവരറിയാതിരിക്കാൻ. സെയിം ടു യു. വരുന്നുണ്ട് പിശാചിന്റെ സന്തതി. നിക്കടാ ജോണി, നീ എന്ത് തോന്നിയാസാ കാണിച്ചത്? ടോണിക്കുട്ടനെ പിടിച്ച് ബിവറേജിന് മുമ്പിൽ ക്യൂ നിർത്തിയോ? നിർത്തിയച്ച അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോ പ്രസംഗിച്ചത് കുട്ടികളെ ക്ഷമ അച്ചടക്കൊക്കെ പഠിപ്പിക്കണമെന്ന്. അപ്പൊ ഈ പറഞ്ഞ ക്ഷമ അച്ചടക്കൊക്കെ പഠിക്കണമെങ്കിൽ ബീവറേജിന്റെ ക്യൂവിൽ തന്നെ നിക്കണച്ചോ. ചുമ്മാ അതല്ല നിനക്ക് സസ്പെൻഷൻ കിട്ടിയത്. ഞാൻ നാളെ അരമനെ പോകുമ്പോ അച്ഛനും എന്റെ കൂടെ വന്നോട്ടോ. അതെന്നാ? അല്ല, അവിടത്തെ തിരുമേനി പറഞ്ഞിട്ടുണ്ട് ചെല്ലുമ്പോ ഒരു കുരിശ് കൊണ്ട് ചെല്ലാൻ. ഈ ഇടവകയിൽ ഇത്ര നല്ലൊരു കുരിശ് വേറെ ഉണ്ടോ? എന്നാലും അവരെന്തിനാ നമ്മളെ തല്ലിയത്? വെടിക്കെട്ടിന്റെ ഇടയിൽ പട്ടി വെട്ടതുപോലെ പോയി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവർക്ക് ആള് മാറിയതാ. എന്റെ ബലമായ സംശയം അത് അവളുടെ ആൾക്കാരാണോന്ന്. ആരുടെ? ആ തട്ടിപ്പുകാരിമായയുടെ. അവളെന്തിനാ നമ്മളെ തല്ലുന്നത്? നമ്മൾ തല്ലുകൊണ്ട് ആശുപത്രി കടന്ന് അതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വന്നിട്ട് കാശ് മേടിക്കാലോ. എന്തായാലും തല്ലി കൊന്നാ പോലും അവള് ചാവില്ല. 100 ആയുസ. ചന്ദ്രേട്ട അവളുടെ കൺമുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. കറക്റ്റ്, നീ പറഞ്ഞതാ ശരി. എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്ക. അതാണ് ബുദ്ധി. എന്തുട്ടി പോയോ? ശവം പോയി. ഇനി നമുക്ക് പോവാം. ചന്ദ്രേട്ടൻ ബില്ല് കൊടുത്തോ? നീ എങ്ങടാ പോണത്? അവിടെ ഇരിക്ക. അതെങ്ങനെ നിനക്ക് ഇത്ര കൃത്യമായിട്ട് മനസ്സിലായി? വിവരം അപ്പോഴേ ഞാൻ അറിഞ്ഞു. നിങ്ങള് സ്റ്റേഷനിൽ വല്ല പരാതിയും കൊടുത്തോ? കൊടുത്തെങ്കിൽ അത് എത്രയും വേഗം പിൻവലിക്കണം. മനസ്സിലായില്ല. അടി കൊണ്ടത് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. இந்த ஊரு ரொம்ப பிரச்சனமான ஊரு தம்பி. വെറുതെ തടി കേടാക്കണ്ടി രക്ഷപ്പെടാൻ നോക്ക്. ഹലോ, ഒന്ന് നിന്നേ. ഗുണ്ടകളയച്ച് ഉപദ്രവിച്ചിട്ട് ഇപ്പൊ നിന്ന് ഉപദേശിക്കുന്നോ? ഉപദ്രവിച്ചെന്നോ? ഞാനോ? മായ പറ്റിക്കും, പക്ഷെ ഗുണ്ടായിസം കാണിക്കാറില്ല. അതിന് ഈ നാട്ടിൽ ഒരുപാട് പേര് വേറെ ഉണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കും. അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതേ ഡെഡ് ബോഡി ആയിട്ടായിരിക്കും. ഇതാണ് എന്റെ കോണ്ടാക്ട് നമ്പർ. ആവശ്യം വന്നാ വിളിക്കാം. വിളിക്കേണ്ടി വരും. കയ്യിലിരിപ്പ് അതാണല്ലോ രണ്ടുപേരുടെ. ബൈ. ചന്ദ്രേട്ട സൈക്കിൾ മേടിച്ചിട്ട് നാട്ടിൽ വേണ്ട. കല്യാണം കഴിഞ്ഞ എനിക്ക് കിട്ടാൻ പോണ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കിക്കൂടാ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് തെങ്ങിക്കേരെങ്കിലും ജീവിക്കാം. എത്തിപ്പോയാശാനെ എത്തട്ടടാ എത്തട്ടെ. ഇടിവെട്ടേറ്റ തെങ്ങുണ്ട് നിന്റെ തല പോലെ. എന്റെ ഞാൻ നമുക്ക് തെറ്റാ. എന്ത്? അതല്ലടാ, പിന്നെ അത് കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു. ഹലോ, ഇതാ ചരിത്രനാളത്തിന്റെ ആൾക്കാരല്ലേ? ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ. ഓ, അത് ശരി. ഉത്സവത്തിന് വന്നാ? ഹലോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ, അല്ല ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ? അത് ഞങ്ങളുടെ പരിപാടി. തൈര് കലക്കണ സാധനം ഇതാണ്. അത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത്? എന്താ ഇതിന്റെ മെത്തേഡ്? മെത്തേഡ് ഈസി. ആദ്യം ഇങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല, പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്. ഓടിക്കോ. ആരാണ് ഇവരെ അടിച്ചത്? ഇയാളെന്റെ കണ്ണിലിട്ട് കുത്തി. ഇവനെന്റെ താടിക്കടി ചവിട്ടി. അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ അടിക്ക് അവകാശം ഞങ്ങൾക്കാ. അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടില്ല ആദ്യം അടി ഞങ്ങൾക്കാ. എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിലും കൂടെ ആരെങ്കിലും അടിക്കും. അടിയടാ.
പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ലോണം ഞെരിക്ക്. പിടിക്കടാ അവനെയല്ല എന്നെ. അവനെ പിടിക്കാൻ